ഗ്ലോബൽ സ്റ്റാർ രാം ചരൻ്റെ RRR എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ഡ്രാമയാണ് പെഡി. നേരത്തെ RC-16 എന്ന് താൽക്കാലികമായ പേരിട്ടിരുന്ന ഈ ചിത്രം പ്രഖ്യാപനം മുതൽക്കേ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് തീയതി, സെൻസറിംഗ് വിശേഷങ്ങൾ, വമ്പൻ താരനിര, സാങ്കേതിക അണിയറ പ്രവർത്തകർ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയത് എക്സ്ക്ലൂസീവുമായ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാം ചരൺ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പരുക്കൻ ലുക്കിൽ എത്തുന്ന ഈ ചിത്രത്തിൻ്റെ മുഴുവൻ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പേന എന്ന വമ്പൻ ഹിറ്റ് ചിത്രത്തിലേക്ക് ശേഷം ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. 1980കളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു റോ ആൻഡ് റസ്റ്റിക് സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ് പെഡി. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വരുന്ന കായിക പ്രതിഭയുള്ള ഒരു യുവാവിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രാം ചരൺ ഇതിൽ 2 വേറിട്ട ഗെറ്റപ്പുകളിൽ എത്തുന്നു എന്നതാണ്. ഒന്ന് ഒരു റഗ്ഡ് ക്രിക്കറ്റ് കളിക്കാരനായും മറ്റൊന്ന് കട്ട് മാസ് ലുക്കിലുള്ള ഒരു ഗുസ്തിക്കാരനായും. സ്വന്തം നാടിൻ്റെ അഭിമാനത്തിനു വേണ്ടി സ്പോർട്സിലൂടെ പോരാടുന്ന വില്ലന്മാരെ നേരിടുന്ന പക്കാ ഇമോഷണൽ മാസ് കഥാപാത്രമാണ് പെഡി. മുംബൈയിലും ഭോപ്പാലും വെച്ച് നടന്ന വമ്പൻ ഇവൻറ്റുകളിൽ റിലീസ് ചെയ്ത ട്രെയിലറിന് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ താരങ്ങളാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിനായി ഒന്നിക്കുന്നത്. ജാൻവി കപൂർ. ചിത്രത്തിൽ നായികയായി എത്തുന്നത് ജാൻവിയാണ്. ഒരു ഗ്രാമീണ പെൺകുടിയുടെ വേഷത്തിൽ രാം ചരണിനൊപ്പം വളരെ മനോഹരമായി ഒരു കെമിസ്ട്രിയാണ് ജാൻവി കാഴ്ചവെക്കുന്നത്. ശിവരാജ് കുമാർ. കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ഈ ചിത്രത്തിൽ വളരെ പവർഫുൾ ആയി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ജഗപതി ബാബു ആൻഡ് ബോമാൻ ഇറാനി. ചിത്രത്തിലെ വില്ലൻ നെഗറ്റീവ് ഷെയ്ഡുകളിലുള്ള വേഷങ്ങൾ ശക്തമായ സപ്പോർട്ടിംഗ് റോളുകളിലും ഇവർ പ്രത്യക്ഷപ്പെടുന്നു. ശ്രുതി ഹാസൻ. സ്പെഷ്യൽ അപ്പിയറൻസ്. ചിത്രത്തിൽ ഏറ്റവും പുതിയ തരംഗമായ ഹെല്ലല്ലോ എന്ന ഹൈ എനർജി ഫോക്ക് പാട്ടിൽ രാം ചരണിനൊപ്പം കട്ട് മാസ് സ്റ്റെപ്പുകളുമായി ശ്രുതി ഹാസൻ എത്തുന്നുണ്ട്. ഏകദേശം 350 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രമുഖ ബാനറുകളായ മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റേറ്റിംഗ്സ് എന്നിവർ ചേർന്നാണ്. സംഗീതം AR റഹ്മാൻ. ഓസ്കാർ ജേതാവ് AR റഹ്മാനാണ് ചിത്രത്തിന് ഈണം പകരുന്നത്. ഇതിനോടകം പുറത്തിറങ്ങിയ ചിക്കിരി ചിക്കിരി, റായ് റായ് റാറ, പിന്നെ ഏറ്റവും ഒടുവിൽ വന്ന ഹെല്ലല്ലോ എന്ന ഗാനങ്ങൾ ചാർട്ട് ബസ്റ്ററുകളായി കഴിഞ്ഞു. തിയേറ്ററുകളിൽ ഇളക്കിമറിക്കുന്ന പശ്ചാത്തല സംഗീതമാണ് റഹ്മാൻ ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം R രത്നവേലു. രംഗസ്ഥലം പോലുള്ള ദൃശ്യവിസ്മയങ്ങൾ സമ്മാനിച്ച് രത്നവേലുവിൻ്റെ ക്യാമറയാണ് 1980കളിലെ ഗ്രാമീണ ഭംഗിയും തീപാറുന്ന ആക്ഷൻ രംഗങ്ങളും പകർത്തിയിരിക്കുന്നത്. ഹൈദരാബാദ്, കൊളംബോ, കന്യാകുമാരി, പൂനെ എന്നിവിടങ്ങളായിരുന്നു ചിത്രീകരണം. ഇനി സിനിമാ പ്രേമികൾ കാത്തിരുന്ന ആ റിലീസ് അപ്ഡേറ്റിലേക്ക് വരാം. ചിത്രം 2026 ജൂൺ 4 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസാണ് ചിത്രം എത്തുന്നത്. ജൂൺ 3 തന്നെ പ്രീമിയർ ഷോകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും തിങ്ക് സ്റ്റുഡിയോസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. സിനിമയുടെ സെൻസറിംഗ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. സെൻസർ ബോർഡിൽ നിന്ന് ചിത്രത്തിന് UA 60+ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഇതിൻ്റെ റൺ ടൈം ആണ്. 189 മിനിറ്റാണ്, 3 മണിക്കൂറും 9 മിനിറ്റും സിനിമയുടെ ദൈർഘ്യം. രാം ചരൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നീളമേറിയ ചിത്രങ്ങളിൽ ഒന്നായിരിക്കുമിത്. തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT സ്ട്രീമിംഗ് അവകാശങ്ങൾ വമ്പൻ തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രമുഖ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, AR റഹ്മാൻ്റെ തകർപ്പൻ മ്യൂസിക്കിൻ്റെ രാം ചരൻ്റെ ഈ ഇടിവെട്ട് സ്പോർട്സ് മാസ് ആക്ഷൻ ചിത്രം പെഡി കാണാൻ നിങ്ങൾ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? രാം ചരൻ്റെ പുതിയ ലുക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. സിനിമയുടെ കൂടുതൽ തിയേറ്റർ കളക്ഷൻ വിശേഷങ്ങളും റിവ്യൂസും ഒഫീഷ്യൽ അപ്ഡേറ്റും മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.